ഹൈദരാബാദിൽ ഭാര്യയെ കൊലപ്പെടുത്തി മൃതദേഹം കഷണങ്ങളാക്കി പ്രഷർ കുക്കറിൽ വേവിച്ച യുവാവ്. യുവതിയെ കാണാതായതിനെ തുടർന്നുള്ള പോലീസിന്റെ അന്വേഷണത്തിലാണ് ഭർത്താവിനെ പോലീസ് അറസ്റ്റ് ചെയ്തത്. സംഭവത്തെക്കുറിച്ച് പോലീസ് അന്വേഷണം തുടരുകയാണ്. ജനുവരി 16-നാണ് 35-കാരിയായ വെങ്കിട മാധവിയെ കാണാതായതായി വീട്ടുകാർ പരാതി നൽകുന്നത്. സംഭവത്തിൽ വീട്ടുകാർക്ക് ഭർത്താവായ 45-കാരൻ ഗുരുമൂർത്തിയെ സംശയമുണ്ടായിരുന്നു. 2 ദിവസം മുമ്പ് ഒരു ബന്ധുവിന്റെ വീട്ടിൽ പോയതിനെ ചൊല്ലി ഇരുവരും തമ്മിൽ വഴക്കുണ്ടായെന്നും തുടർന്ന് മാധവി വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയെന്നുമാണ് ഇയാൾ മാധവിയുടെ വീട്ടുകാരോട് പറഞ്ഞിരുന്നത്. പിന്നാലെ പോലീസിന്റെ ചോദ്യം ചെയ്യലിലാണ് ഗുരുമൂർത്തി കുറ്റം സമ്മതിക്കുന്നത്. ഇരുവരും തമ്മിൽ ഇടയ്ക്കിടെ വഴക്കുണ്ടാവാറുണ്ടെന്ന് പോലീസ് പറഞ്ഞു. എങ്കിലും കൊലപാതകത്തിന് പ്രേരിപ്പിച്ചതെന്താണെന്ന് ഇതുവരെ തിരിച്ചറിഞ്ഞിട്ടില്ല. കൊലപാതകത്തിനു ശേഷം കുറ്റം മറയ്ക്കാനായി മൃതദേഹം വീട്ടിലെ ശുചിമുറിയിലിട്ട് വെട്ടി കഷണങ്ങളാക്കി മാറ്റുകയായിരുന്നു. പിന്നീട് എല്ലുകൾ വേർപെടുത്തി പ്രഷർ കുക്കറിലിട്ട് വേവിച്ചു. എല്ലുകൾ അടുക്കളയിലിരുന്ന ഇടിക്കല്ലിൽ ഇടിച്ച് പൊടിയാക്കുകയും ചെയ്തു. 3 ദിവസത്തോളം നിരവധി തവണ ഇത്തരത്തിൽ മാംസവും എല്ലുകളും വേവിച്ച ശേഷം കവറിലാക്കി മീർപേട്ട് തടാകത്തിൽ ഉപേക്ഷിക്കുകയായിരുന്നു. മാധവിയുടെ മൃതദേഹഭാഗങ്ങൾ കണ്ടെത്താനായി വ്യാപകമായി തിരച്ചിൽ നടത്തുമെന്ന് പോലീസ് അറിയിച്ചു. മുൻ സൈനികനായ ഗുരുമൂർത്തി നിലവിൽ ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഓർഗനൈസേഷനിൽ സുരക്ഷാ ഉദ്യോഗസ്ഥനാണ്. 13 വർഷം മുമ്പായിരുന്നു മാധവിയുമായുള്ള വിവാഹം. ദമ്പതികൾക്ക് 2 കുട്ടികളുമുണ്ട്. കുറ്റകൃത്യം നടന്ന ദിവസം ഇവർ വീട്ടിലില്ലായിരുന്നു. ഹൈദരാബാദിലെ ജില്ലലഗുഡയിലാണ് കുടുംബം താമസിച്ചുകൊണ്ടിരുന്നത്. കേസിൽ അന്വേഷണം പുരോഗമിക്കുകയാണ്.